എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാഠ്മണ്ഡു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. കാഠ്മണ്ഡു യാത്ര കഴിഞ്ഞിട്ടില്ല, ലോഡ് ഇറക്കിയാലേ കാഠ്മണ്ഡു യാത്ര പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ 66 നമ്മൾ കമ്പനിയിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ലോഡ് ഇറക്കാൻ പോയെന്ന്. അപ്പോൾ റെഡിയായല്ലോ? റെഡിയായി പോയേക്കാം. ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ വരുന്നില്ല. അപ്പം അമ്മയ്ക്ക് വേറെ ഇതാണ് മെയിൻ. ഞാൻ മെയിനായിട്ട് ഒരാളെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുത്തേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോക്കുമാരൻ നമ്പർ 1 വർക്ക്ഷോപ്പിലാണ്. ആ ഒരു സ്ഥാനത്തേക്ക് തോക്കുമാരൻ നമ്പർ 2 വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പെയിൻറ്റിങ് വർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കും. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാൻ. വണ്ടി എടുക്കുന്നവരല്ലേ? ഞാൻ എടുക്കാൻ വേണ്ടി അതിൻ്റെ സൂര്യയെ കൂടെ വിടണമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇരുന്നത്. സൂര്യ വരുന്നുണ്ടോ? സൂര്യക്ക് ഓഫീസ് ഡ്യൂട്ടിയാ, വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ, റോഡ് കയറ്റാനൊക്കെ സെറ്റാക്കി വിടണം. ഭയങ്കര ബിസിയായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ട്രിപ്പ് പോകുന്നത് എങ്ങനെ? അതാ ആലോചിക്കുന്നേ. അച്ഛമ്മക്കാണോ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലേ? അല്ല, സൂര്യ പോകുമ്പോൾ പിന്നെ അമ്മ വീട്ടിലെ കാര്യം പിന്നെ ആരാ നോക്കുന്നത്? ഡ്യൂട്ടിയില്ലെങ്കിൽ അന്നേരം അടുത്ത ഡ്യൂട്ടി തന്നെ. അതെ, എനിക്കിപ്പം ഡ്യൂട്ടി ആയി. ഡാംകുട്ടിയുണ്ട്, പിന്നെ വീടുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അത് ഇല്ലിപ്പോൾ ദാമിക്കുട്ടി വന്നപ്പോഴേ പറഞ്ഞു ദാമിക്കുട്ടി അടുത്ത ട്രിപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, കുഞ്ഞിക്കിളിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛമ്മ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ വന്ന് തീരുമാനിച്ചിട്ടാട്ടെ എങ്ങോട്ടൊന്ന് ആലോചിച്ച് റെഡി ആയിട്ടിരിക്കുകയല്ലേ? അങ്ങനെയല്ലേ? കഴിഞ്ഞ വർഷേ എനിക്കൊരു പറ്റി ഇപ്രാവശ്യം ഞാനതുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയല്ലോ. ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ടോ. കുഞ്ഞിക്കിളി, അടുത്ത നമുക്ക് കുഞ്ഞിക്കിളി എത്ര ദിവസമായിട്ട് റെഡി ആയിട്ടിരിക്കുകയെന്ന് പറയാൻ. അപ്പം ഇനി എങ്ങോട്ടാ കുഞ്ഞിക്കിളിക്ക് പോകണം? കുഞ്ഞിക്കിളി മേഘാലയ പോകണമെന്ന് പറയുന്നത് അല്ലേ? പക്ഷെ മേഘാലയ നമ്മൾ ഈ ഒരു സമയത്താണ് ഇന്നാളും പോയത്. ടിപ്പറുകളെല്ലാം രാവിലെ കോറിയിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന. ഇതേ നമ്മുടെ ഒരു വണ്ടി 25 ഒരു കാപ്പ് കുടിക്കാൻ വല്ലതും നിർത്തിയായിരിക്കും. ഇപ്പം നമ്മൾ മൂവാറ്റുപുഴ റൂട്ടിലാണ് വന്നത്. തൊടുപുഴ വഴിയല്ല പോയെ, പാലാ തൊടുപുഴയല്ല പോയെ, ഏറ്റുമാനൂർ നേരെ മൂവാറ്റുപുഴ റോഡ്. ഇത് കൂത്താട്ടുകുളമായി. നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് അങ്ങോട്ട് കമ്പനിയിലേക്ക് പോകാം, തൊടുപുഴ ചെല്ലണ്ട. അപ്പം നമ്മുടെ വണ്ടി കിടക്കുന്ന അരീക്കുഴയാണ്. കേരള ഫീഡ്സിലാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. അപ്പം കമ്പനിക്കകത്ത് കയറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് വണ്ടി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് തന്നെ ആ കാർ പോകുന്ന വഴിക്ക് പോട്ടെ. ഇത് പാലക്കുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതെല്ലാം പൈനാപ്പിൾ കൃഷിയാണ്. അതിന് ഇടയ്ക്ക് കമുകും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ റബ്ബർ കൃഷി, റബ്ബർ തോട്ടമാണ്. വലത് സൈഡിൽ ജാതിത്തോട്ടം. ജാതി പറയല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ജാതി പറയണ്ടല്ലേ? ഇവിടെ കുരുമുളകുണ്ട്, കമുകുണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്. എത്ര കൃഷികൾ നമ്മളിപ്പോൾ കണ്ടു. ചക്കയുണ്ട്, സക്കമരം, മണി പസിക്കുന്നു. മണി പശിക്കുതാ. പിന്നെ ഏതാவது சாப்பிட்டு പോ. രാവിലെ എന്നാ കഴിക്കുന്നേ? രാവിലെ എന്താ ഉള്ളതെന്ന് നോക്കാം. പിന്നെ പേരെങ്ങനെ? ജോബി. ശരി. ഇല്ല, ഇവിടെ വണ്ടി കേരള ഫീഡ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിങ്ങി പോന്നു. ഒരാൾ പൊറോട്ടയും കിഴങ്ങേറി, ഒരാൾ പൊറോട്ടയും മുട്ടക്കറി, ഒരാൾ പൊറോട്ടയും സാമ്പാറും, ഒരാൾ അപ്പവും. നമ്മളത് കമ്പനിയിലെത്തി. അപ്പോൾ ഇവിടെ ഇനി ലോഡ് ഇറക്കണ ഇച്ചിരി ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോഴേ കമ്പനിക്കകത്ത് എല്ലാവരെയും കൂടെ കയറ്റി വിടുകയല്ല, ഒരാളെ കയറ്റി വിടുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻ കിളിയെ പറഞ്ഞു വിട്ടേക്ക്, വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് വിടാം. പറഞ്ഞു നോക്കോ. ഞങ്ങളെ അകത്തുനിന്ന് കയറ്റി വിടത്തില്ല, ഇറക്കി വിട്ടു. അപ്പം ഞങ്ങളെ ഇച്ചിരി പരിപാടിയുണ്ട്. നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരാളെ കൊണ്ടിട്ടിട്ട് നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാണ്ടായ എങ്ങനെയാ? അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ലോഡ് ഇറക്കി വിളിച്ചാൽ മതി എന്നെ. അതിൻ്റെ റിസീപ്റ്റും ബില്ലെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. റിസീപ്റ്റ് ഏതാ പേപ്പറെല്ലാം മേടിക്കേണ്ടതെന്നൊക്കെ അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലോ. എല്ലാം അവിടെ ഉണ്ട്, എല്ലാ ഇതിന്റെ മേളത്തെ ഇതില് വെച്ചിട്ടുണ്ട്. അല്ലല്ല, ബില്ല് ഇവിടെ കൊടുത്തു. ബില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മളിവിടെ വൈകുന്നേരം വണ്ടി കൊണ്ട് ഇടാൻ നേരം പറഞ്ഞായിരുന്നു, ഇവിടെ വീഡിയോ ഒന്നും അലോഡ് അല്ലെന്ന് പറഞ്ഞായിരുന്നു. ലോഡ് ഇറക്കണമെങ്കിലേ ആദ്യം സാമ്പിൾ എടുക്കും. നമ്മൾ കൊണ്ടുവന്ന സാധനം ലാബിൽ ടെസ്റ്റ് ചെയ്യും. ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് സാധനം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ ഇറക്കത്തുള്ളൂ. അങ്ങനെയാണ്. ക്വാളിറ്റി ഇല്ല എന്ത് ചെയ്യും? അതെന്ത് ചെയ്യുമെന്ന് അന്നേരം നോക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വരുന്നതിന് മുമ്പേ ടെസ്റ്റ് ചെയ്യാനുള്ള എടുത്തിട്ടുണ്ട്, സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ടെസ്റ്റിങ്ങിന് നമ്മളവിടെ കണ്ട വണ്ടിയാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് കണ്ടോ. പെയിൻ്റൊക്കെ അടിക്കാൻ നല്ല പുതിയ വണ്ടി പോലെ ആക്കി. ഈ വണ്ടികളെല്ലാം ഫിറ്റ്നസ് എടുക്കാൻ കിടക്കുന്ന, അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന ഉണ്ടോ. എല്ലാ വണ്ടിയും കണ്ടോ നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് എല്ലാ പണിയും തീർത്ത്. ബാക്കിയെല്ലാം ഒറ്റ കളർ അടിച്ചാൽ മതി. ആ തടിലോടിക്കാരന് എത്ര ഡിസൈനനുസരിച്ച് പെയിന്റ് അടിക്കണ്ടേ? അതൊക്കെ വേണം. അത് എല്ലാ വർഷവും ഇതുപോലെ പെയിന്റ് അടിക്കണ്ടേ. പുതിയ വണ്ടിയൊക്കെയാണ് 2 വർഷം കൂടുമ്പോഴാണ് ടെസ്റ്റിങ്. പഴയ 8 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് ഓരോ വർഷവും ടെസ്റ്റിംഗ് ഉണ്ട്. ശരിക്കും 12 മാസം വണ്ടി ഓടാൻ പറ്റിയല്ലോ. 1 മാസം വണ്ടി പണിയാനും പെയിന്റിങ്ങിനുമായിട്ട് പോകും.
അതെ പണ്ടപ്പള്ളിയിലെത്തി തിരിച്ച് നമ്മൾ അവിടുന്ന് റൈറ്റിലേക്ക് പോട്ടെ. മൂവാറ്റുപുഴ അരക്കുഴ കൂത്താട്ടുകുളം. നമ്മുടെ MC റോഡിന് പാരലായിട്ടുള്ള ഒരു റോഡാണ് ഇത്. നല്ല റോഡാണ് ശരിക്കും. അവിടെ ഒരാളെ അകത്ത് കയറ്റി വിടത്തുള്ളൂ. ശരിക്കും കയറഴിച്ച് പടുതാൻ മടക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരാളോട് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒറ്റയ്ക്ക് ഇച്ചിരി പാടാം. പിന്നെ നമ്മൾ കട്ടിയുള്ള പടുതൊന്നും ഇട്ടിട്ടില്ല, ചെറിയ പടുത ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും 2 പേരെ കയറ്റി വിടണ്ട. ചില കമ്പനികളിൽ ഇതാ ഒരാളെ അകത്ത് കയറ്റി വിടത്തുള്ളൂ. ടാറ്റ സ്റ്റീലിൽ ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരാൾ എന്നിട്ട് വെളിയിൽ നിൽക്കുകയും ചെയ്യണം. വെളിയിൽ നിൽക്കണം. ആ അപ്പോൾ അവിടെ നമ്മൾ 4 പേരോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ സെക്യൂരിറ്റിക്കാർ അകത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരാളെ കയറ്റി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഡ്രൈവറെ മാത്രം കയറ്റി വിട്ടാൽ മതി. 2 പേര് ശരിക്കും വേണം പടുതായി അഴിക്കാൻ. പിന്നെ അവിടെ ഇറക്കുന്നവർ വല്ലതും കൂടുമായിരിക്കും. വരികയായിരുന്നു, അത് നടന്നില്ല. അവിടെ ഇറക്കുന്നിടത്ത് അങ്ങനെ വന്നിട്ടില്ലല്ലോ. സാരമില്ല, നമുക്ക് ഇനി ചാൻസ് ഉണ്ട്. ലോഡ് കയറ്റാൻ ഇന്നാൾ നമ്മൾ പോയല്ലേ, അസാമിലേക്ക് ലോഡ് കയറ്റാൻ പോയല്ലോ, ഓർക്കുന്നില്ലേ? അല്ല അന്ന് കുഞ്ഞിക്കില്ലായിരുന്നോ? പടുത മടക്കണോ? അത് അത്ര സുഖമുള്ള പണിയല്ല, അത്ര പിന്നെ എപ്പോഴായാലും ആട്ടെ. അല്ല ട്രിപ്പ് ലോഡ് കിട്ടുന്ന അനുസരിച്ചല്ലേ. അടുത്ത ഇനി അങ്ങോട്ടാ ലോഡുള്ളതെന്ന് നോക്കാം. ഇല്ല നാളെ ഞങ്ങളിങ്ങ് വന്നോളൂ. ഇനി അവധിയുണ്ട്, ഉറപ്പായിട്ട് കൊണ്ടുപോയിരിക്കും. 1 മാസം പോരെ. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ചാടാൻ തോന്നുന്നു വെള്ളം കാണുമ്പോൾ. അപ്പം നമ്മളിത് മൂവാറ്റുപുഴ എത്തി. തൃശ്ശൂർ, കൊച്ചി, കോട്ടയം ഏതൊക്കെയായാലും മൂവാറ്റുപുഴ ടൗണ് വഴിയെല്ലാം നല്ലപോലെ പണിത് നല്ല അടിപൊളിയാക്കി. ഈയിടെയെല്ലാം പണിതുകൊണ്ടിരുന്ന സമയത്ത് ഇതിലെ വരവ് ഭയങ്കര ദുരിതമായിരുന്നു, ബ്ലോക്കും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷേ ആ മരങ്ങളുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ നല്ല തണലുണ്ടായിരുന്നു. കച്ചേരിത്താഴം പാലം. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. വർക്ക്ഷോപ്പിൽ പോയി നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നു. പണിയൊന്നും ആയിട്ടില്ല, ഇനി ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ പണിക്കാർ ഇച്ചിരി ഷോർട്ടേജാണ് പുള്ളിക്ക്. അതുകൊണ്ട് പണികളൊന്നും തന്നെ ആയില്ല. നമ്മളിനി അടുത്ത കുഞ്ഞിക്കളിയൊക്കെ തോക്കുമാരൻ്റെ വണ്ടിയെ പോകാന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ കുഞ്ഞിക്കളി? അപ്പോൾ അത് നേരത്തെ തീരുകയല്ല, നേരത്തെ സ്കൂൾ തുറക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാൻ മാറ്റി പിടിക്കാം, അത് നടക്കുള്ളൂ. കാരവനെ പോകണ്ട, ലോറിയെ പോകുന്നതിന് കുഴപ്പമില്ല. അല്ല അത് നോക്കാം, നമുക്കിനിയിപ്പോൾ ഏതാ ലോഡൊക്കെ കിട്ടുന്നതെന്ന് നോക്കിയിട്ടേ അതനുസരിച്ചൊരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്യാം. കച്ചേരിത്താഴം പാലം ഇതുണ്ടോ എന്ന് പണിതാന്ന് നോക്കിയേ. മൂവാറ്റുപുഴ ബ്രിഡ്ജ് 1914 പണിത പാലം. ഇത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അതാണ്. ഇപ്പം ആകാശ് ലോഡൊക്കെ ഇറക്കിയിട്ട് നിൽക്കുക. ഒത്തിരി നേരമായി. നമ്മൾ വർക്ക്ഷോപ്പിൽ കുറേ സമയം നിന്നു. കുറേ സമയം എന്ന് പറഞ്ഞാലേ അവിടെ ചെന്ന് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമയം പോകും. 1-2 മണിക്കൂർ പോയി. അപ്പം ഇനിയിപ്പോൾ ഇടയ്ക്കൊന്നോട് വരണം. അപ്പോൾ നമ്മൾ കമ്പനിയിലെത്തി. ലോഡൊക്കെ ഇറക്കിയോ? ലോഡ് നിങ്ങൾ പോയതിന് തൊട്ട് പുറകെ ഇറക്കി കിട്ടി. കുറേ നേരമായി അല്ലേ? കുറേ നേരമായി. റെസ്റ്റ് ആയിരുന്നല്ലേ? റെസ്റ്റ്. അതുമല്ല, ഇവിടെയുള്ള നമ്മൾ ഇറക്കാൻ പോകുന്ന കമ്പനിയിൽ എല്ലാ ചേട്ടന്മാരും നമ്മുടെ ഫാമിലി മെമ്പർമാരാ. നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളെ തിരിച്ചു വിട്ടു, കയറ്റത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിട്ടു. ശുപാർശ ചെയ്താൽ പോലും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാരമില്ല, ഇനി വരുമ്പോൾ കാണാം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അപ്പം എന്നാൽ പോയേക്കാം, അടുത്ത് പോയേക്കാം. എന്നാ ഈ ഗാഡിയും കൊണ്ട് ഞാൻ ആ ഗാഡിയും കൊണ്ട് പോരാ. അതെ, ആയിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. പേര് ആൻഡ്രൂസ്. എത്രയല്ലേ പഠിക്കുന്നത്? 8ല്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പം വണ്ടി കണ്ടുകൊണ്ട് മാൻ വന്നാ. ഞാൻ പിന്നെ വിശേഷമൊക്കെ അവധിയാണല്ലോ അല്ലേ? അവധിക്ക് ഒരിടത്തും പോയില്ലേ? ആണോ? ആ, അപ്പം ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാൻ മേലായിരുന്നോ? ആണോ? ഈ കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. അപ്പോൾ എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഓക്കെ. ഇപ്പോൾ തിരുവനന്തപുരം സൈഡിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എപ്പോഴാണ് തിരുവനന്തപുരം വരുന്നതെന്ന്. തിരുവനന്തപുരത്തിന് മിക്കവാറും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ പിക്കപ്പ് എലങ്ങാനും കയറ്റി വിടും ഈ സാധനം, അല്ലെങ്കിൽ ഏതെങ്കിലും തിരുവനന്തപുരത്തിന് വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ അതേ കയറ്റി വിടും. കുറച്ച് സാധനമല്ലേ ഉള്ളൂ. പിന്നെ മിക്കവാറും ഇനിയിപ്പം വിചാരണൊക്കെ വരുമ്പോഴത്തേനും ഇത് കൊണ്ട് കൊടുത്താൽ മതി, എങ്ങനെയാണെന്ന് പറഞ്ഞില്ല.
അപ്പോൾ അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് അതനുസരിച്ചേ പോരത്തുള്ളൂ തിരുവനന്തപുരത്തിന്. മിക്കവാറും 66 കൊണ്ട് വരാൻ സാധ്യതയില്ല. കുറച്ച് സാധനമല്ലേ ഉള്ളൂ. മെയിൻ ഡ്രൈവർ പറഞ്ഞേ ഇതിൻ്റെ വണ്ടിക്ക് തന്നെ ഈ ട്രിപ്പ് എന്തൊക്കെയാണ് പണിയുള്ളതെന്നൊന്ന് പറഞ്ഞേ. ഞാൻ അത് ചോദിക്കാനായിരുന്നു. ആദ്യം നമുക്ക് പോയ 2 ലൈറ്റ് പുതിയത് മേടിച്ച് വെക്കണം. പിന്നെ വണ്ടിക്ക് എന്നാ പണിയുള്ള പിന്നെ ഈ ഫിൽറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. AC ഫിൽറ്റർ എല്ലാം ക്ലീൻ ചെയ്യണം, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. പിന്നെ അതേ മഴയുള്ള പിന്നെ ഇവിടെ കുറച്ച് ഡോർ ഒന്ന് സെറ്റ് ചെയ്യണം. മഴ പെയ്തപ്പോ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് ഡോർ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു മെയിൻ പണിയുണ്ട്, എന്റെ സാലറി ബാറ്റ. സാലറിയും ബാറ്റയൊക്കെ പറഞ്ഞാലേ മെയിൻ ഒരു പണിയുണ്ട്, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. മെയിൻ ഡ്രൈവറാണ് പോലും. അയ്യോ ടയറോ അല്ല, അത് പഞ്ചർ ഒട്ടിച്ചല്ലേ. പിന്നെ വേറെ പണിയുള്ള അത് ഓർത്ത് പറയാ. നമ്മുടെ എയറിലേക്ക് ശരിയാക്കണം. ഞാൻ ഏതെങ്കിലും വിട്ടുപോയി. ലിഫ്റ്റ് പൊങ്ങിയിരിക്കുമല്ലേ വെയിറ്റ് ഇല്ലാത്തോണ്ട്. കാര്യം ബലൂൺ മാറണം. അതാ മെയിൻ. എല്ലാം ഓർത്തില്ലേ. ഇനി ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം വിട്ടുപോയിട്ട് ബാറ്റയുടെ 2% കുറച്ച് ബാക്കി തന്നാൽ മതി. പിന്നെ ഇന്ന് ഞാൻ കല്ല് കുത്താം അവിടെ ചെന്നിട്ട്. വേണ്ട, കല്ല് കുറച്ച് കയറ്റി. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കല്ല് എടുത്തിട്ട് ടയറിന്റെ അവിടെ വെച്ചിട്ട് വീണ്ടും. അയ്യോ വിഷമിക്കണ്ട. കല്ല് ഞങ്ങള് ഇപ്പം കല്ലില്ല വഴിയിലൊന്നും. നല്ല വഴിക്കൂടെ അല്ലേ ഓടുന്നേ. അത് ഈ മോശം വഴിക്കൂടെ പോയാൽ മാത്രമേ ടയറിനടെ കല്ല് കയറുള്ളൂ. ആണി ഒരെണ്ണം കയറി, ഒരു വോൾട്ട് കയറിയായിരുന്നു. അതല്ലേ പഞ്ചറായിരുന്നു ടയർ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഈ ട്രിപ്പ് ഇപ്പം ലോറിയില നമ്മള് പോകുന്നെങ്കിൽ കുഞ്ഞുങ്ങളിക്ക് പണിയായി. കല്ല് കുത്തിക്കും. മോശം റോഡുള്ളിടത്തോട്ട് ലോഡ് എടുക്കണോ? വഴി മോശമുള്ളിടത്തോട്ട്. അപ്പൊ നോക്കട്ടെ എങ്ങോട്ടാന്ന് നോക്കട്ടെ കിട്ടുന്നേ. ഈ ട്രിപ്പിലുണ്ടല്ലോ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മള് സാധാരണ ട്രിപ്പ് പോകുമ്പോൾ എല്ലാം നല്ല എക്സ്പീരിയൻസുകളാണ് ഉണ്ടാറ്. ഇപ്പം നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതൊക്കെ കൂടുതലും നല്ല ആൾക്കാരായിരുന്നു. കൂടുതലും കൂടുതലെന്ന് പറഞ്ഞാല് 99% അങ്ങനെ ആയിരുന്നു, നല്ല ആൾക്കാരായിരുന്നു ഇതുവരെ ഉള്ളത്. പക്ഷെ ഈ ട്രിപ്പില് നമ്മള് കൊറേ മോശം അനുഭവങ്ങളും ഉണ്ടായി. അത് മെയിനായിട്ട് അവിടെ വാഷ്റൂമിന്റെ കാര്യം അല്ലേ? വാഷ്റൂമിന്റെ കാര്യത്തിലുണ്ടായി. സാധാരണ നമ്മളിപ്പം വാഷ്റൂം ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലോ അങ്ങനെ ഇപ്പൊ എവിടെയെങ്കിലും പെട്ടുപോകണമെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ ചോദിച്ചാൽ ആൾക്കാർ സമ്മതിക്കുന്ന. അത് സ്ത്രീകളായോണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സന്തോഷത്തോടു കൂടി. പക്ഷെ ഈ തവണ അങ്ങനെ സമ്മതിക്കുക അങ്ങനത്തെ അതൊരു ഭയങ്കര മോശം അനുഭവം. അതൊരു മോശം അനുഭവമായിരുന്നു. അത് ഒരിടത്തല്ല, നമ്മൾ രണ്ടിടത്ത് ചോദിച്ചല്ലേ? രണ്ടിടത്ത്. അപ്പം അങ്ങനെ അത് ഓരോ ഏരിയ അനുസരിച്ച് ആൾക്കാരുടെ സ്വഭാവ രീതിയും ഒക്കെയുള്ളൊരു വ്യത്യാസമാണത്. അത് നല്ലതല്ലേ? അത് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക്, എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, നിങ്ങൾക്ക് അതൊരു ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവം. അപ്പൊ ഇങ്ങനെ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പൊതുവെ ആൾക്കാർ നല്ല സപ്പോർട്ടീവ് ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത്. അതെ, അത് നമ്മൾ എവിടെല്ലാം പോയി എല്ലാ സ്ഥലങ്ങളിലും നല്ല ഒരു ഇതായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് പല കാരണങ്ങൾക്കുണ്ടാവും. ഈ ലോറിയിൽ ചെല്ലുന്നവര് എന്നുള്ള ഒരു ഇതിലായിരിക്കാം. പക്ഷെ ലോറിയിൽ ചെല്ലുന്നവരെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകള് ചെന്ന് ചോദിക്കുമ്പോ ആരും അങ്ങനെ നോ പറയാറില്ല വാഷ്റൂമിനൊക്കെ, അല്ലേ? നമ്മള് പിന്നെ അങ്ങനെ കൂടുതലും പമ്പും അങ്ങനെ ടോളും ഒക്കെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം വേറെ വഴിയില്ല, വേറെ ടോയ്ലറ്റും ഇല്ലാത്തോണ്ട് ചോദിച്ചു. അപ്പം പിന്നെ നമുക്ക് പിന്നെ അവർ സമ്മതിക്കണമെന്ന് നമ്മള് പറയാൻ പറ്റില്ല, അവരുടെ വീട്, അവരുടെ സ്വാതന്ത്ര്യപ്പെട്ട. ഇനിയും മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ്റൂമാണ് ഒരു വലിയ പ്രശ്നം ലോറിയിൽ പോകുമ്പോ. നിങ്ങൾക്ക് ഈ വഴിയൊക്കെ പോകുമ്പോൾ നല്ല നാടൻ വാഴപ്പഴം കിട്ടും കേട്ടോ. നമുക്ക് ഏത്തപ്പഴം ഒക്കെ വേണേൽ മേടിച്ചോണ്ട് പോവാം. ഇനി അപ്പുറം ഏതെങ്കിലും അപ്പുറം ഒരു കടയിലുണ്ടായിരുന്നു, അടുത്ത എവിടെയെങ്കിലും ഉണ്ടായിരുന്നു നിർത്തണം. അപ്പൊ ഇത് നമ്മൾ നേരെ കൂത്താട്ടുകുളത്തോട്ടായിരുന്നു ഇറങ്ങുന്നത് ഈ വഴി. നമ്മൾ തന്നെ 1 മണിക്കൂർ പോലും വേണ്ട, ഇപ്പം വീട്ടിൽ ചെല്ലും. വീട്ടിലോട്ട് ഇപ്പൊ 4:45 5:45 5:30 ആകുമ്പോ ചെല്ലും. നാഗാലാൻഡ് ഒക്കെ പോണം. നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം, സിക്കിം, അവിടെ എല്ലാം പോണം.
നീ പറഞ്ഞാൽ ഈ സൈഡിലോട്ടല്ലേ പോയി, നീ അപ്പുറത്തെ സൈഡിലേക്ക് ഓടിക്കാം. സത്യം. നോർത്ത് ഈസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കാം. ഇപ്പൊ ഈ തവണ നമ്മള് ഇപ്പൊ നോർത്ത് ഒന്നും പറയാൻ പറ്റില്ല, നമ്മളൊരു മിഡിൽ പോർഷനിലാണ് പോയത്. അതെ, ഇന്ത്യയുടെ മിഡിലാണോ? നമ്മള് മധ്യപ്രദേശ് വഴിയല്ലേ പോയത്. ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അതിലെ നേപ്പാളിലേക്ക് കയറിയല്ലേ ഇതായി. അപ്പം നമ്മൾ ഇവിടുന്ന് കയറ്റിയ, അതായത് ഗോരഖ്പൂരിൽ നിന്ന് കയറ്റിയ കടുകിൻ്റെ പിണ്ണാക്ക് ഇവിടെ കൊണ്ട് നമ്മൾ കാലിത്തീറ്റ കമ്പനിയിൽ ഇറക്കി. അപ്പോൾ ഇനിയും നമ്മളെ വീട്ടു സാധനമുള്ളത് അത് നമുക്ക് ആയാലും പിക്കപ്പൊക്കെ കയറ്റുക. അപ്പം ഇനിയും ഇപ്പം ഇന്നുകൊണ്ട് നമ്മുടെ നേപ്പാൾ ട്രിപ്പ് പൂർത്തിയാവുകയാണ്. കാഠ്മണ്ഡു ട്രിപ്പ്, നേപ്പാൾ ട്രിപ്പ് അതായത് നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പും ഇന്റർനാഷണൽ ട്രേഡിങ്ങും ആയിരുന്നു. അതെ അതെ. അപ്പം നമ്മൾ ഇന്ന് എത്ര ദിവസമാണ്? 28 ഒന്ന് 29ാമത്തെ ദിവസമാണ്. ഈ ഒരു ക്ഷേത്രം കണ്ടോ? ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്. കൂത്താട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രം, കോതമംഗലം വാഴക്കുളം. ഗ്രൗണ്ടിൽ ഇതേ ഫുട്ബോൾ കോച്ചിങ് അടക്കാം, പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടോ? റൈറ്റിലേക്ക് പോയ മൂവാറ്റുപുഴ, ലെഫ്റ്റിലേക്ക് കോട്ടയം. നമ്മൾ MC റോഡിൽ വന്ന് കയറി. ഇവിടെ നേരെ ലെഫ്റ്റിലേക്ക് പോട്ടെ. ശരിക്കും നമ്മൾ ഈ കാഠ്മണ്ഡു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഗ്യാസൊക്കെ കിട്ടാൻ ചെറിയ ഷോർട്ടേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ കുറച്ച് ഒരു 5 കിലോ കുറ്റിയുടെ അകത്ത് ഒരു കുറച്ച് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വേറെ ഏതോ ട്രിപ്പ് പോയതിൻ്റെ ബാക്കിയായിരുന്നു. പക്ഷേ ആ ബാക്കിയുള്ള ഗ്യാസ് കൊണ്ട് പോയി തിരിച്ച് വരുന്നിടം വരെ ഗ്യാസ് ഉണ്ടായിരുന്നു, ഗ്യാസ് തീർന്നില്ല. പിന്നെ നമ്മളോട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, ഡീസലിന് ഷോർട്ടേജ് കാണും, ഡീസൽ ഫുള്ള് ചെയ്തു എന്നൊക്കെ. പക്ഷേ ഞങ്ങളെങ്ങും ഡീസൽ ഫുള്ള് ചെയ്യാതെ തന്നെയാണ് പോയത്. അന്നന്ന് ഓടാനുള്ള ഡീസൽ അടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് അങ്ങോട്ട് പോയപ്പോഴൊക്കെ മിക്കടത്തും കിടന്നുറങ്ങി പോകുന്നതുകൊണ്ട് ഡീസൽ വല്ല മോഷണം പോയാലോ എന്നുകൊണ്ട് കുറച്ചേ ഡീസൽ അടിച്ചാൽ പോയത്. പക്ഷേ ഒരിടത്തും ഡീസലിന് ഷോർട്ടേജ് ഇല്ലായിരുന്നു. പിന്നെ വഴിക്കൊക്കെ ഗ്യാസിന് വേണ്ടിയിട്ട് ക്യൂ ഒക്കെ കണ്ടു. അതല്ലാതെ വേറെ വഴിയിലൊക്കെ പിന്നെ ചില സ്ഥലങ്ങളിലൊന്നും ഗ്യാസ് ഇല്ലായിരുന്നു, എല്ലായിടത്തും ഗ്യാസ് ഷോർട്ടേജ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ നമ്മുടെ ആ പോർട്ടബിൾ സ്റ്റവിന്റെ സിലിണ്ടറുകളും ഉണ്ടായിരുന്നല്ലോ ഗ്യാസിന്റെ. അതുകൊണ്ട് അതും ഒരു പോരെ. അന്ന് അതും തീർന്നില്ല അധികമൊന്നും. ഇല്ല, അതും തീർന്നില്ല. പിന്നെ ചിലയിടത്തൊക്കെ ഹോട്ടലുകളിലൊക്കെ ഫുഡ് 1-2 ഐറ്റം മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കർണാടകയിലായിരുന്നു. കർണാടക മാത്രമേ ഉള്ളായിരുന്നു. വേലൂരൊക്കെ അങ്ങനെ വന്നോണ്ട്, അല്ലാണ്ട് വേറെ നോർത്തിലോട്ടൊന്നും ചെന്നിട്ട് ഹോട്ടലിലൊന്നും അങ്ങനെ ഫുഡിന് ലിമിറ്റ് ഒന്നും ഇല്ല, ഒരു പ്രശ്നമില്ല. അതെന്നു വെച്ചാൽ അവിടെ അവര് ഈ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്, ചാണകം ഉപയോഗിക്കുന്നുണ്ട് കത്തിക്കാനേ. ഈ ധാബകളിലൊക്കെ ആണെങ്കിലും വിറകും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്രയും വലിയൊരു പ്രശ്നമില്ലായിരുന്നു. ഈ വണ്ടിക്കകത്ത് ഇതല്ലേ കല്ലല്ലേ? അതിനകത്ത് കല്ലല്ല, എംസാൻഡാ. എംസാൻഡ് എന്ന് പറഞ്ഞാൽ മണല്, പാറ പൊടിച്ചു വരുന്ന മണലില്ലേ, അത് വാഷ് ചെയ്ത് കഴുകിയത്. അതിപ്പം ഇപ്പം ക്രഷറിൽ നിന്ന് കയറ്റിയതേ ഉള്ളൂ. അപ്പം അതിനകത്തെ വെള്ളം ഇങ്ങനെ ഊർന്ന് പോകുന്ന. ടിപ്പറിനകത്ത് കല്ല് തന്നെയല്ല കയറ്റുന്നത്, ചിലപ്പോൾ മെറ്റല് കാണും, പാറപ്പൊടി കാണും. മെറ്റലും കല്ല. അതായത് മെറ്റൽ എന്ന് പറഞ്ഞാൽ കല്ല് പൊടിച്ചതാ മെറ്റല്. അത് പല അളവിലുണ്ട്, 3/4 ഇഞ്ചുണ്ട്, 1/2 ഇഞ്ചുണ്ട്, 1/4 ഇഞ്ചുണ്ട്, അങ്ങനെ പല അളവിലുണ്ട്. വലിപ്പമാണ്. മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതല്ല, കല്ല് അങ്ങ് പൊടിക്കുമ്പോൾ എന്നിട്ട് അരിച്ചെടുക്കും ഓരോ സൈസും. മനസ്സിലായോ? ഓരോ അളവിനുള്ളതും ഈ അരിപ്പ വെച്ച് അരിക്കുന്ന പോലെ അരിച്ചെടുക്കും. അതിന് അങ്ങനെ പശുവണ്ടികൾ കുറേ ഉണ്ടല്ലോ. കോട്ടയം, എറണാകുളം, ഇലഞ്ഞി, എറണാകുളമൊക്കെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകും. തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ദൈവാലയം, മോനിപ്പള്ളി. പുറകെ കയറ്റിയേക്കുന്ന പാർട്ടിലോടെ പടുതായിട്ടിട്ടില്ല. മഴയുടെ ചെറിയൊരു ലക്ഷണം, ഒരു മൂടൽ കാണുന്നുണ്ട്. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മഴയാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പടുതായിട്ടിട്ട് വേണം പോകാൻ. പെട്ടെന്ന് അങ്ങ് പോയാൽ മതി, മഴ പെയ്യേ. പക്ഷെ പെയ്താൽ നല്ല പെയ്യുകയും ചെയ്യും. അതാ അങ്ങനല്ല, ഇങ്ങോട്ട് അത് നീളമാക്ക്. ഇതുണ്ട്, ആ സൈഡിൽ സൂര്യൻ മറയുന്നതേ ഉള്ളൂ, ഒരു സൈഡിൽ മഴക്കാറും. ഇങ്ങനെ ഇതേ നമ്മൾ ഗോരഖ്പൂരിന്ന് കൊണ്ടുവന്ന കുറച്ച് കടലപ്പിണ്ണാക്ക് വഴി കിടപ്പുണ്ട്. നമുക്കേ മഴയ്ക്ക് മുമ്പ് ചെന്ന് നമ്മുടെ ഷെഡിൽ കയറണം. എല്ലാവരും പടുതാക്കി വലിച്ചിടുക. നല്ല വെയിലല്ലായിരുന്നു ഇത്ര നേരം. അതെ, നല്ലൊരു മഴ പെയ്യുന്നതെന്നല്ല, ചൂടൊക്കെ ഒന്ന് കുറയും. സയൻസ് സിറ്റി കോട്ടയം. ഒരു ലോഡ് ഇറക്കാൻ വന്നാന്ന് തോന്നുന്നു. കണ്ടോ, ഈ പകുതി ഇറക്കിയിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വിഷയം. എന്നാന്ന് വെച്ചാൽ പകുതി ഇറക്കി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം സൈഡ് ബോഡി പൊങ്ങി നിൽക്കുകയല്ലേ, അല്ല അങ്ങ് പുറകെ വരെ പടുതായിട്ടണം. ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോമെ വെള്ളം വീണിട്ട് മുന്നോട്ട് വന്ന് ലോഡ് നനയും. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി.
ഇനിയിപ്പോൾ നനയത്തില്ല, നമുക്ക് എന്നാണെങ്കിലും ഓഫീസിൽ വന്ന ഷെഡിനകത്തോട്ട് കയറ്റിയിടാം. അങ്ങനെ നമ്മുടെ 29 ദിവസത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഏറ്റുമാനൂരെത്തി. ഇവിടെ സിഗ്നൽ ഓഫാണ്, അതുകൊണ്ട് വണ്ടിയുള്ള എല്ലാവരും അതിലെ ഇതിലെ എല്ലാം കയറി നിൽക്കുന്നു. അപ്പോഴേ എങ്ങനെ ഓഫീസിലോട്ട് കയറ്റുമോ? ഞാൻ ഓഫീസിലോട്ട് കയറ്റാവോ? അവിടെ കറങ്ങിയില്ല, കറങ്ങുമ്പോൾ കാലിച്ചിരി അയച്ചു കൊടുത്താൽ മതി, അത്രയും കറങ്ങാതെ കയറിയാനേ. അല്ല, ഞാൻ തന്നെ ആദ്യമായിട്ട് സൈഡ് പറയാണ്ട് കയറ്റുന്നത്. കറക്റ്റ് ആയിരുന്നല്ലേ? പിന്നെ എന്റെ കാൽക്കുലേഷനിൽ അങ്ങ് കയറ്റി ചെയ്താ. ഇച്ചിരൂടെ വലത്തോട്ട് ചേർന്നാലും കുഴപ്പമില്ലായിരുന്നു. സാധാരണ ഇവിടെ കയറ്റുമ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും സൈഡ് പറയാണ്ടായിരുന്നു. ഈ ട്രിപ്പേ രണ്ടുപേർക്ക് ബാറ്റായില്ല, 7000 വെച്ച് പിടിച്ചേറ്റേ കൊടുക്കാം. 7000 3500 7000 അത് കുറച്ചിട്ട് കൊടുക്കാമല്ലോ. പഞ്ചർ പിന്നെ പോട്ടെ, പഞ്ചറിന് പറയണ്ടല്ലേ, പോട്ടെ. അങ്ങനെയാണ് ഞാനും പറയട്ടെ. എന്നാ പറയാനുള്ളത്? പടുത്ത് കീറിക്കൊണ്ടു വന്നോ? ഞങ്ങൾ ഒട്ടിക്കാനുള്ളത്, അതിന് മുമ്പ് നിങ്ങൾ ലോഡ് എടുത്തോണ്ട് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, പടുത്ത് കീറിയില്ല. അങ്ങനെയല്ല, ഞാൻ പാവം 2 വർഷം ആയതുള്ളൂ ലോറി ഓടിക്കട്ടെ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ്. ഇത്രയും വർഷം ഞാൻ 2 വർഷം ആയതുള്ളൂ. ഇത്രയും വർഷം ചേട്ടന്റെ ഇതിനകത്ത് ബ്രേക്ക് ലൈറ്റ് പോകുന്നത് എപ്പോഴാണ്? ചേട്ടന് ഇത്രയും സർവീസ് ഉണ്ടായിട്ട് പിന്നെ ഡീസൽ പോണേ പിന്നെ അറിയാം. ഇത് ഞാൻ പുറകെ വന്നു രാത്രി മറ്റേ ടോർച്ചും പിടിച്ചിങ്ങനെ വന്നിരിക്കണോ ഈ ബ്രേക്ക് ലൈറ്റ് ആയാലും കൊണ്ടുവന്നുണ്ട്. അതല്ല, പടുതായുടെ വില എത്രയാണെന്നറിയോ? പടുതാക്ക് 25,000 വിലയാ. അല്ലല്ലേ, തയ്ച്ചെടുത്ത എങ്ങനെ ശരിയാവും? നല്ല പുത്തൻ സാധനം, നല്ലത്. വേറെ കുഴപ്പമില്ല, നിങ്ങളുടെ 7000 കെട്ടിയതേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു പടുതായിരം കെട്ടിയാ പടുത മൊത്തം കയറിക്കോണ്ടോ? അത് പറ്റിയല്ല, മകളും ഭാര്യയൊന്നുമില്ല. ജോലിക്കകത്ത് എല്ലാവരും ബ്രേക്ക്ലൈറ്റാണോ പടുതയാണോ എക്സ്പെൻസീവ്? നമുക്കത് നോക്കി ഒന്ന് ടാലി ചെയ്തിട്ട് ശരിയാക്കാം. അല്ല, പടുതയുടെ മൊത്തം പൈസ നീ തരണ്ട, പകുതി പൈസ. പഴയ പടുതല്ലായിരുന്നോ? ബ്രേക്ക് ലൈറ്റ് മഴയല്ലായിരുന്നു, അപ്പൊ പകുതി പൈസ 7000 നേരെ കട്ടും 3500. അത് അമ്മയുടെ 3500 കട്ട്. 3500 അല്ലേ? 4200 അന്ന്. നേരത്തെ 3500. ഞാൻ ആ കണക്ക് വെച്ചിട്ടാ പറഞ്ഞേ. 1000 രൂപ കൂടി. അപ്പം 8400 രൂപ 2 ലൈറ്റിന്. ഞാൻ 3500 പണ്ടത്തെ വെച്ച് ഓർത്തോണ്ടിരുന്നേ. അപ്പൊ അവിടെ ഒരു 6000 രൂപ വിലയുണ്ട് നേപ്പാളിന്. 6000 രൂപ വിലയുണ്ട് ഈ സാധനത്തിന്, ഒരു ലൈറ്റിന്. അപ്പൊ 2 ലൈറ്റ് എന്ന് പറഞ്ഞാൽ 12000 രൂപയാ. അപ്പം 4200, 4200, 8400. അപ്പോഴേ ഇതിന് പണിയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരു ബലൂൺ പോയി ലിഫ്റ്റ് ആക്സിലിന്റെ ബലൂൺ. ഏത് സൈഡ്? റൈറ്റ് സൈഡ് ചെറുത്. അത് മൊത്തത്തില് വലുതാ പോയിക്കുന്നേ. താഴത്തല്ലേ? വലുതാ പോയിക്കുന്നത്. അതിന് മേലുവശത്തും ഉണ്ട്. അത് രണ്ടും മാറേണ്ടി വരും. രണ്ടും മാറേണ്ടി വരും. ഒരെണ്ണം ലീക്കുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരെണ്ണത്തെ പാടുണ്ട്, ഇങ്ങനെ വീണ്ടും കയറിയിട്ടുണ്ട്. പിന്നെ പിന്നെ എന്റെ ഡോറ് ചെക്ക് ചെയ്യണം. ഡോറിന്റെ ഇടയിൽ ഇതൊന്നും ഇവിടെ ചെയ്തില്ല, സോറി കേട്ടോ, ക്ഷമിക്ക്. പിന്നെ എന്നാ എയർ ഫിൽറ്റർ അടിക്കണം. പിന്നെ ഓയിൽ സർവീസ് ആയില്ല. ഓയിൽ സർവീസ് ഇല്ല, ഓയിൽ ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഫിൽറ്ററെല്ലാം ആഴ്ച എയർ അടിച്ചാല്, പിന്നെ AC ഫിൽറ്റർ മാറണം. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളു. ബ്രേക്ക് ലൈറ്റ് ഇവിടെ ഒരെണ്ണം കിട്ടിയുള്ളൂ. ഒരെണ്ണം ഞാൻ ഉദാഹരണത്ത് പോയി മേടിക്കണം. നീ രാവിലെ പോയിട്ടോ. ഇതൊക്കെ എന്ത് കഷ്ടാണ്. ഒരു ഉത്സവത്തിന് പോയാ എന്താണ് ചുട്ടിയാണോ? അതിപ്പോ ഇന്ന് ഞാൻ മറന്നുപോയതാ. ഇന്ന് പോയി നമ്മളാ വന്നപ്പോ മേടിക്കായിരുന്നു. അവിടെ വന്നപ്പോൾ പറയാൻ മറന്നുപോയി. അല്ല, നീ അതുകൊണ്ട് ഈ വണ്ടി കൊണ്ട് പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. നാളെ നോക്കാം, എന്തായാലും ചെയ്യാം. അപ്പോൾ എന്നിട്ട് സർവീസ് ചെയ്യണം. അന്നേരത്തിനും പറഞ്ഞു, നീ രാവിലെ പോയിട്ട് ഇങ്ങനെ വന്നാൽ മതി. ഉച്ചയ്ക്ക് അവിടെ പരിപാടിയൊന്നും ഇല്ല. എന്നാൽ പിന്നെ പോയേക്കാം, വീട്ടിലേക്ക് പോയേക്കാം.